വലിയ വീടായി, സുന്ദരിയായ ഭാര്യയായി, ഒരുപാട് പണമായി. പടച്ചവനെ, ഉമ്മയും വാപ്പയൊക്കെ രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. പടച്ചവനെ, അവരെങ്ങാണ് ഒന്ന് വീടിനകത്ത് മൂത്രമൊഴിച്ച, ബെഡിലൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, പടച്ചവനെ അറിഞ്ഞോണ്ടല്ലോ സഹോദര. നമ്മുടെ വാപ്പായും ഉമ്മയും അറിഞ്ഞോണ്ട് ആരെങ്കിലും മൂത്രമൊഴിക്കോ കാഷ്ടിക്കുവോ? ആ പാപങ്ങൾ വയസ്സ് ചെന്നിട്ട് ബോധമില്ലാതെ ഒന്ന് തുപ്പി നിന്റെ വീട്ടില് ബെഡ്റൂമിന്റെ അകത്തൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അവിടെ കിടന്നിട്ട് എന്നാ ബഹളവാ. പടച്ചവനെ, നമ്മൾ ഉമ്മാടെ നേരെ ഉപ്പാന്റെ നേരെ കിടന്ന് ചൂടാകുന്ന എന്തേ നിങ്ങൾ ചെയ്യണേ ഇല്ലേ? എങ്കിലും ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കടോ. ഉമ്മാടെ മടിത്തട്ടിൽ കിടന്ന് ഞാനും നിങ്ങളും എത്രയോ കാഷ്ടിച്ചിട്ടുണ്ട്, എത്രയോ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മുഖത്ത് തുപ്പിയിട്ടില്ലേ? ഉമ്മാടെ ശരീരത്തിലൂടെ ഞാനും നിങ്ങളും ഛർദിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും ഉമ്മ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതല്ലാതെ നമ്മളെ തല്ലിയിട്ടില്ലല്ലോ.